ഞാൻ ഒരുപാട് ചോദ്യങ്ങളുമായി വന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ ഈ പരിപാടിക്ക് വന്നപ്പോൾ ഇത് സുന്നികളെ പരിപാടിയാണോ എന്ന് തോന്നിപ്പോയി. അന്നിലക്കാണ് മരിച്ചവർ കേൾക്കുമെന്ന വിഷയം സ്ഥാപിച്ചിരിക്കുകയാണ് ഇവിടെ മാലിക് സഭായി. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് കിട്ടേണ്ടത് ദൂരെ ഉണ്ടെങ്കിൽ കേൾക്കോ എന്നുള്ളതാണ്. മരിച്ചവർ കേൾക്കുമെന്ന വിഷയത്തിൽ ഇപ്പോൾ ഇവിടെ വഹാബികൾക്ക് തർക്കമില്ല. മഹാനായ ഖുതുബ് സമാൻ സയ്യിദ് മദനി തങ്ങളുടെ കറാമത്ത് ഇവിടെ വെളിവായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ചോദ്യത്തിലേക്ക് വരാം. അതായത് ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ദൂരെ ഉണ്ടെങ്കിൽ കേൾക്കോ, അടുത്തുണ്ടെങ്കിൽ എന്തായാലും കേൾക്കും എന്നുള്ളത് ഇബ്നു തൈമിയ ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയയുടെ ശിഷ്യൻ കിതാബുർ റൂഹ്, ആ കിതാബുർ റൂഹിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പറയാൻ കഴിയുമോ? ചോദ്യം അതാണെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ സമയം കഴിഞ്ഞാൽ പോലീസുകാർ വരും, പരിപാടി നിർത്താൻ പറയും. ചോദ്യം ചോദിച്ചോളൂ. കിതാബുർ റൂഹിൽ ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഇബ്നു തൈമിയ ഫതാവയിൽ പറഞ്ഞതുപോലെ തന്നെ അന്നഹും മരിച്ചവർ യസ്മഊന കേൾക്കും, ഹഫ്കനിയാലിൽ മശീന സഞ്ചരിച്ചു പോകുന്നവരുടെ കാലിന്റെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം പോലും കേൾക്കുമെന്നാണ്. ലാ തഖുല്ലു ഉഫിൻ, നീ മാതാപിതാക്കളോട് ചേ എന്ന് പോലും പറയരുത് എന്ന് പറഞ്ഞാൽ ചേ എന്ന് മാത്രം പറയരുത് എന്നല്ല, ആ ചെരുപ്പിന്റെ നിയാലിന്റെ ശബ്ദം വരെ കേൾക്കുമെന്ന് പറഞ്ഞാൽ മരിച്ചവർ കേൾക്കുമെന്നാണ്. അത് ഞാൻ പറഞ്ഞതല്ല, ഇവിടെ മാലിക് സഭായി തന്നെ വളരെ വ്യക്തമായി മരിച്ചവർ കേൾക്കും. ഇതേ ആശയം ഇബ്നു തൈമിയ ഫതാവയിലും പറഞ്ഞിട്ടുണ്ട്, മരിച്ചവർ കേൾക്കുമെന്ന്. മറ്റേ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർതുബി റഹ്മത്തുള്ളാഹി അലൈഹി മരിച്ചവർ കേൾക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലെ കാഫിരീങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ 3 ദിവസമായതിനു ശേഷം ചത്തുപോയവരോട് സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അൽ അൻത തുസ്ബിഉൽ മൗത യാ റസൂലല്ലാഹ്, മരിച്ചുപോയവരെ കേൾപ്പിക്കുകയാണോ നബിയെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അൻത ബി അസ്മാമിൻ മാ അൻത, നീ അല്ല ബി അസ്മാമിൻഹും, ഇവരെക്കാൾ കൂടുതൽ കേൾക്കാൻ നിനക്ക് സാധ്യമല്ല, നിന്നെക്കാൾ കൂടുതൽ മരിച്ചവർ കേൾക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എത്രയോ പണ്ഡിതന്മാർ മരിച്ചവർ കേൾക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ പറഞ്ഞല്ലോ എങ്ങനെയാണ് വിശദീകരണം ആവശ്യമല്ല. ചോദ്യം ക്ലിയർ ആണ്. സമയം നോക്കിക്കോളൂ. ഇതേവരെ ആരും കൺട്രോൾ ചെയ്തിട്ടില്ല. ഇതേവരെ ഒരാളും ചോദ്യം ഞാൻ കൺട്രോൾ ചെയ്തിട്ടില്ല. ഇല്ല, ചോദ്യം ക്ലിയർ ആണ്. ചോദ്യം ക്ലിയർ ആണ്. ഉത്തരം പറഞ്ഞു. ഇല്ല, ചോദ്യം ആയിട്ടുണ്ട്. ചോദ്യം ക്ലിയർ ആണ്. ഉത്തരം പറഞ്ഞിട്ട് ക്ലിയർ അല്ലെങ്കിൽ അപ്പൊ ആലോചിക്കാം. ഇവിടെ മരിച്ചോര് കേൾക്കുമോ എന്ന വിഷയം മുജാഹിദുകൾ സമ്മതിച്ചു എന്നാണ്. മരിച്ചോര് വിളിച്ച് പ്രാർത്ഥിച്ചാൽ കേൾക്കൂല എന്ന് പറഞ്ഞത് സലഫിയാളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅകും, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കൂല. ആരാണ് അതിന് തഫ്സീർ എടുത്തത്? ഇമാം ഖുർതുബി. അതിൽ അചേതന വസ്തുക്കളായ കല്ലുകളും മരങ്ങളും മാത്രമല്ല, ജീവനുള്ള ഈ പറയുന്ന ജീവിച്ചിരുന്ന പിന്നീട് മരണപ്പെട്ടു പോയ നബിമാരും മലക്കുകളും ജിന്നുകളും അതിന്റെ പരിധിയിൽ വരുന്നു പറഞ്ഞ അള്ളാഹു പറഞ്ഞതാണ് ഈ മരിച്ചോര് കേൾക്കൂല എന്നുള്ളത്. ഇനി നിങ്ങൾ ഇവിടെ പറഞ്ഞ ഈ മരിച്ചോര് കേൾക്കുമെന്നതിന് കിതാബ് റൂഹിലുള്ള ചർച്ച അത് ആദ്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ ഇപ്പൊ പറഞ്ഞപ്പോ നിങ്ങൾ കണ്ടതല്ല. കിതാബ് റൂഹ് വായിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇബ്നു കസീറിന്റെ വിഷയത്തിലുള്ള ഇബ്നു കസീറിന്റെ ഇബാദത്തുകൾ വായിച്ചിട്ടേ ഇവിടെ ഇരിക്കുന്നത്. ഈ പറയുന്ന പണ്ഡിതന്മാർ മരണപ്പെട്ടവർ കേൾക്കും എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന വസ്തുക്കളും കേൾക്കുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നപ്പോ നിങ്ങൾ പറഞ്ഞത്, അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന ഖലീബിൽ എറിയപ്പെട്ട ഈ കുഫാറിന്റെ ശരീരത്തോട് സംസാരിച്ചപ്പം ഓര് കേട്ടിട്ടില്ല എന്ന് സലഫികൾ പറഞ്ഞിട്ടുണ്ടോ? അന്ന് പറഞ്ഞാൽ കേൾക്കൂല എന്നാണ് അസ്ല്. അല്ലാഹു ഉദ്ദേശിച്ചത് മാത്രം കേൾപ്പിക്കും. അതിൽ ഉള്ള ആളെ തങ്ങളോട് ഇസ്തിഗാസ ചെയ്താൽ കേൾപ്പിക്കുമെന്നില്ല. ഇത് മനസ്സിലായിക്കോളെ. ഇത് ഞാൻ പറഞ്ഞുതരാം. കിതാബ് റൂഹ് അടക്കം ഇബ്നു കസീർ അടക്കം ഇബ്നു തൈമിയ അടക്കമുള്ള കിതാബുകൾ സലഫുകൾ പഠിച്ചിട്ടുണ്ട്, സലഫികളും പഠിച്ചിട്ടുണ്ട്. ആ സലഫികളും പഠിച്ചിട്ട് അവർ പറഞ്ഞതാണ് അസില് കേൾക്കൂല. എന്താ തെളിവ്? അസില് കേൾക്കൂല. അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ കേൾക്കൂല, ഓരോട് സഹായം തേടിയാൽ കേൾക്കൂല. എന്താ തെളിവ്? മക്കാ മുശ്രിക്ക് ചെയ്തപ്പോ അള്ള പറഞ്ഞു എന്നിരിക്ക അള്ള ചിലത് കേൾപ്പിക്കും. അത് അവർക്ക് മാനസികമായ പരീക്ഷണവും അവർക്കുള്ള ശിക്ഷയുമാണ്. ആ ശിക്ഷയുടെ അടിസ്ഥാനത്തിൽ അബൂജഹലിനെ കേൾപ്പിച്ചിട്ടുണ്ട്. അത് ഉള്ളാളെ തങ്ങളോട് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവല്ല. ആ ശിക്ഷയുടെ അടിസ്ഥാനത്തിൽ കുഫാറിനെ കേൾപ്പിച്ചത് അള്ള കേൾപ്പിച്ചതാണ്. അതിന് ഉള്ളാളെ തങ്ങളെ കേൾപ്പിക്കും എന്നതിന് രേഖയില്ല. ഇനി മറ്റൊന്ന്, ഈ വിളിച്ച് പ്രാർത്ഥിച്ചാല് ജീവിച്ചിരിക്കണോന്നും കേൾക്കൂല.
ശ്രദ്ധിച്ചോളി, ഞാൻ ഒരു ആയത്ത് പറഞ്ഞുതരാ. വിളിച്ച് പ്രാർത്ഥിച്ചാൽ അടുത്തുനിന്നാണെങ്കിലും അകലുന്നാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരും കേൾക്കൂല. തെളിവ് വേണോ? ജീവിച്ചിരിക്കണം, മരിച്ചവരും മാത്രമല്ല, വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ മരിച്ചവരും കേൾക്കൂല, ജീവിച്ചിരിക്കണവരും കേൾക്കൂല. രേഖ വേണോ? ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി ജീവിച്ചിരിക്കേണ്ട മരിച്ചിട്ടുണ്ട് നമുക്ക് അഭിപ്രായമുണ്ടോ? ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് സൂറത്തുൽ മാഇദയിൽ 116-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന ഈസാ നബിയോട് അല്ലാഹ് ചോദിക്കും, അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഈസാ, നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്നെ എന്റെ ഉമ്മനെ ആരാധിച്ചോ? അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, വർത്തന്ത സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖിൻ ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംതഹു തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. ഈസാ നബി കയ്യാണ് ജീവിച്ചിരിക്കണ ഈസാ നബി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ എന്തിനാ പറഞ്ഞത്? നിങ്ങളിത് പറഞ്ഞത് സലഫുകൾക്കിടയിലുള്ള ചർച്ചക്കല്ല, സലഫുകളുടെ ഇടയിലുള്ള ചർച്ചയുടെ സഹോദരങ്ങളൊക്കെ മനസ്സിലായിക്കോളി. ഇനിയും വരും നാളെ മറുപടിക്കെന്നാലും ഇവരുതേറ്റ് വരും. ഇവര് വന്നീന്റെ മുറാദ് മനസ്സിലാക്കിച്ചോളി. പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിലുണ്ട്, കാഫിറും മുസ്ലിമും നബിനങ്ങൾ ഈ കേൾക്കുന്നതാണ് കറാമത്തിന്റെ ബാബിലല്ലേ, നീ കാഫിറിന് കറാമത്തുണ്ട്. ഇത് കറാമത്തിന്റെ പേരിലുള്ള കേൾവിയുടെ ചർച്ചയല്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കണ്ട എല്ലാ കാഫിരികളോടും വിളിച്ച് പ്രാർത്ഥിക്കാനാണോ? എങ്കിൽ ഉള്ളാളെ തങ്ങൾക്കുള്ള പ്രത്യേകത എന്താ? മമ്പർ തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകത എന്താ? ഒരു കേൾക്കുന്നു പറഞ്ഞ കറാമത്തിന്റെ ബാബിലല്ലേ. അപ്പൊ അബൂജഹലിന്റെ കറാമത്തോ? അതാ പറയണത്, മരിച്ചോര് കേൾക്കുമെന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തൊരു ഭാഗമുണ്ട്. അത് എവിടെയെന്നറിയോ? ഒന്ന് കാഫിർ കേൾക്കണ എന്തിനാ? അവനക്ക് ഇങ്ങനെ സന്തോഷം കൊടുക്കാൻ, ഇസ്തിയാസക്ക് സഹായം ചെയ്യാനല്ല, അവന്റെ മനസ്സിനൊരു കുത്തൊടുക്കാനാ, അനുഭവിക്കടാന്ന് പറയാൻ. അതേസമയം ഇസ്തിഗാസ ചെയ്താൽ, വിളിച്ച് പ്രാർത്ഥിച്ചാൽ അല്ലാഹ് പറയാണ് മരിച്ചോനും കേൾക്കൂല, ജീവിച്ചിരിക്കണോനും കേൾക്കൂല. സൂറത്തുൽ ഫാത്തിർ 14-ാമത്തെ ആയത്ത്. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കണ മനുഷ്യനാ. ഈ ജീവിച്ചിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് കയ്യൊയ്യ, ഞാൻ പറഞ്ഞിട്ടില്ലാന്ന്, ഞാൻ അറിഞ്ഞിട്ടില്ലാന്ന്, റബ്ബേ നീയാണ് അറിയുന്നവെന്ന്. അതുകൊണ്ട് മനസ്സിലാക്കിച്ചോളീൻ, മരിച്ചവർ കേൾക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അസിൽ കേൾക്കൂല എന്നുള്ളീന്ന് ഇസ്തിസ്നുണ്ട് എന്ന് പറഞ്ഞാൽ മരിച്ചവർ കേൾക്കൂലാണ് അടിസ്ഥാനം. എന്നാൽ ചിലത് കേൾക്കും. അത് ഏതാണ്? ഉള്ളാൾ തങ്ങളോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നല്ല. പിന്നെ ഒന്ന് കേൾക്കുന്നു പറഞ്ഞത് ഹദീസിൽ എല്ലാവരും ഇബ്നു ഇജ്മാറിലെ ചെരുപ്പടിയുടെ ശബ്ദം ആര് കേൾക്കും? മരിച്ചോന് കേൾക്കും. അത് കറാമത്തിന്റെ കേൾവിയല്ല, അത് കാഫിറും കേൾക്കും, മുസ്ലിമും കേൾക്കും. നിങ്ങൾ വാദിക്കുന്നത് കറാമത്തിന്റെ കേൾവിയാണ്. അങ്ങനെ കറാമത്ത് കൊണ്ട് കേൾക്കുന്ന സാഹചര്യമില്ല, മുഅ്ജിസത്ത് കൊണ്ട് കേൾക്കുന്ന ഒരു പ്രത്യേക കേൾവിയില്ല. സാധാരണ അല്ലാഹ് എല്ലാവർക്കും അനുവദിച്ചൊരു കേൾവിയുണ്ട്. അത് മരിച്ചോര് കേൾക്കൂല എന്നുള്ളതിന്റെ എതിരല്ല. കേൾക്കൂല എന്ന് പറഞ്ഞത് അല്ലാഹ് കേൾക്കുമെന്ന് പറഞ്ഞത്. ഇസ്തിസ്ന എന്ന് പറയുമ്പോൾ അസ്സൽ ഉസൂലിക്ക് പഠിച്ചിട്ടില്ലേ? ആമും ഖാസും പഠിച്ചിട്ടില്ലേ? ഈ ആമും ഖാസിലും ഇസ്തിസ്ന പറഞ്ഞതാണ്. കേൾക്കൂല പറഞ്ഞാരാ? അല്ലാഹ്. കേൾക്കുന്നു പറഞ്ഞത് ആരാ? അല്ലാഹ്. കേൾപ്പിക്കൂല എന്ന് പറഞ്ഞത് അല്ലാഹ്. കേൾപ്പിക്കുമെന്ന് പറഞ്ഞത് അല്ലാഹ്. കേൾപ്പിക്കുമെന്ന് പറഞ്ഞതിൽ ഉള്ളാളത്തെ കറാമത്തല്ല. അബൂജഹൽ അടക്കമുള്ള കാഫിറിനും മുസ്ലിമിനുമുള്ള ഒരു കേൾവിയുണ്ട്. ആ കേൾവിയാണ് ഇബ്നു കസീർ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾ ഏത് മുസ്ലിയാർ വന്ന് ചോദിച്ചാലും ഊന്നി ചോദിക്കാം. അബൂജഹൽ കേൾക്കാത്തതും ഉള്ളാളത്തെ തങ്ങൾ കേൾക്കുന്നതുമായ ഒരു കേൾവി ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ടോ? അബൂജഹൽ കേൾക്കാത്തതും മഹാന്മാര് മാത്രം കേൾക്കുന്നതുമായ ഒരു കേൾവിയുടെ ചർച്ച ഏതെങ്കിലും ഒരു കിതാബിൽ, ഏതെങ്കിലും ഒരു അഹ്ലുസുന്നയുടെ കിതാബിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞോളിൻ. അതുകൊണ്ട് വിഷയം ക്ലിയർ ആണ്. നിങ്ങൾ കിതാബ് ഉസ്താദ്മാര് പറഞ്ഞ ഹൈസിയത്ത് കൂടെ മാത്രം ഓതിന്റെ പ്രശ്നമാണ്. എല്ലാ വസ്തു കൂടി ഒത്താണ്ട് നോക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാര്യം തെളിയും. അല്ലാഹ് അനുഗ്രഹിക്കട്ടെ.